മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശനത്തിന് ഈ മാസം 3 നടത്തിയ നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ചോദ്യപേപ്പർ ചോർച്ച CBIക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച NSUവിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി. പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 135 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടു എന്നാണ് ആരോപണം. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും സ്വപ്നങ്ങളെയും BJPയുടെ അഴിമതി ഭരണം തകർത്തു എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത്. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഇത്തരത്തിൽ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഇതിന്റെ പുതുക്കിയ തീയതി സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഏകദേശം എത്ര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇനി വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരിക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിലിപ്പോൾ ഈ നീറ്റ് UG പരീക്ഷ, അതായത് ഈ മാസം 3 നടന്ന നീറ്റ് UG പരീക്ഷയാണ് NTA റദ്ദാക്കിയിരിക്കുന്നത്. രാജസ്ഥാനിലെ സിക്കറിൽ ഈ നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേട് നടന്നതായുള്ള പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് അന്വേഷണം രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് നടത്തുന്നതിനിടയിലാണ് NTA പരീക്ഷ റദ്ദാക്കിയ വിവരം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പുതുക്കിയ തീയതി ഉടൻ അറിയിക്കുമെന്നും ഈ അഡ്മിറ്റ് കാർഡുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ NTA വ്യക്തമാക്കുന്നുണ്ട്. അധിക ഫീസ് എന്തായാലും പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കില്ല എന്ന വിവരം കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിക്കുന്നുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സെൻട്രൽ CBIക്ക് കൈമാറിയതായുള്ള കേന്ദ്ര സർക്കാർ കൈമാറിയതായുള്ള വിവരം കൂടി NTA പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിലൊരു വലിയ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്, ഇത്തരമൊരു പരീക്ഷ അട്ടിമറി നടത്തുന്ന ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നിലവിൽ പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. ആ ശൃംഖലയെ കണ്ടെത്തുന്നതിനായാണ് ഇപ്പോൾ CBIക്ക് തന്നെ ഈ അന്വേഷണം കൈമാറിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സിക്കറിൽ ഈ പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ്, അതായത് ഈ മാസം 1-ാം തീയതി വ്യാപകമായി ഒരു മാതൃകാ ചോദ്യപേപ്പർ സിക്കറിൽ പ്രചരിച്ചിരുന്നു. ആ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങളുമായി സാമ്യമുള്ളതായി കണ്ടെത്തി. അതായത് ഏതാണ്ട് 600 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ സാമ്യമുള്ളതായി. ചോദ്യപേപ്പറിൽ ഏതാണ്ട് 600ഓളം മാർക്കിന്റെ ചോദ്യം ആവർത്തിക്കപ്പെട്ടു എന്നായിരുന്നു സാഹചര്യം. ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പുതിയ തീയതി പിന്നീട് അറിയിക്കുകയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.